ജെംജി കിച്ചണിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. KFC ചിക്കൻ. നമുക്കെല്ലാവർക്കും KFC ചിക്കൻ കഴിക്കാൻ വളരെ ഇഷ്ടമാണ്. എന്നാൽ ഏറ്റവും സേഫായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഒറിജിനൽ KFCയുടെ അതേ ടേസ്റ്റോടുകൂടി തന്നെ എങ്ങനെ KFC തയ്യാറാക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. വളരെ രുചികരമായ KFC എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അളവ് എത്രയാണോ അതനുസരിച്ച് ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസും എടുക്കുക. ഞാനിവിടെ തയ്യാറാക്കുന്നത് 5 ചിക്കൻ പീസാണ്. ഒന്ന് കഴുകി വൃത്തിയാക്കിയതാണ്. നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണെങ്കിലും ചിക്കൻ എപ്പോഴും നമ്മൾ തയ്യാറാക്കാൻ നേരത്തെ വീണ്ടും ഒന്നുകൂടെ വാഷ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പം ഞാനിതൊന്നുകൂടെ വാഷ് ചെയ്തെടുക്കുവാണേ. അപ്പോൾ ഞാനിത് കഴുകിയെടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആകാനായിട്ട് നമുക്കിനി വെക്കാം. ഇനിയൊരു ബൗളിലേക്ക് നമുക്ക് 500 ml വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ചെറിയ ഉള്ളി ഒരു 3 എണ്ണം ഞാൻ ഇതുപോലെ ഒന്ന് കീറി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ഉപ്പും നന്നായിട്ട് വെള്ളത്തിൽ ലയിച്ചു വരണം. അതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ പീസ് ഇതിലേക്ക് അങ്ങ് ഡിപ്പ് ചെയ്തിടാം. ചിക്കൻ പീസ് ഇതിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കണം. അതനുസരിച്ച് വെള്ളം എടുത്താൽ മതി. ഇനി നമുക്ക് ഇത് കവർ ചെയ്ത് ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് കോട്ടിങ്ങിനുള്ള മിക്സ് തയ്യാറാക്കാം. ഇതിനായിട്ട് 200 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് കോൺഫ്ലോർ 50 ഗ്രാം വേണം. ഞാനിവിടെ 100 ഗ്രാമിൻ്റെ ഒരു കോൺഫ്ലോർ പാക്കറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പകുതി നമുക്ക് ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ 3/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ്, ഗാർലിക് പൗഡർ 1/2 ടീസ്പൂൺ, ഒനിയൻ പൗഡർ 1/2 ടീസ്പൂൺ, ബ്ലാക്ക് പെപ്പർ 1/2 ടീസ്പൂൺ, ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടായിട്ടങ്ങ് ഡിവൈഡ് ചെയ്യാം. പകുതി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പകുതി നമുക്ക് മാറ്റി വെക്കാം. ഒരു മുട്ട ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കലക്കിയെടുക്കാം. വെള്ളം നമുക്ക് കുറേശ്ശെ ഒഴിച്ച് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നാൽ മതി. ഇത് വരാനായിട്ട് ഞാൻ ഇവിടെ 125 ml വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. 4 മണിക്കൂർ ചിക്കൻ ഇപ്പോൾ റെഫ്രിജറേറ്ററിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിൽ നിന്ന് എടുത്ത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. നമുക്കിതുപോലെ ടിഷ്യൂയിലോട്ട് വെച്ച് വെള്ളം ഒപ്പിയെടുക്കാം. അപ്പം ടിഷ്യൂ വെച്ചൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് വെള്ളം പോകണമെന്നൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുക്കാം. നമുക്ക് ഓരോ ചിക്കൻ പീസും എടുത്ത് കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഈ പകുതി മിക്സ് നമ്മൾ മാറ്റി വെച്ചതിലേക്കിട്ട് പിന്നെ പൊടി അധികം ഉള്ളതൊന്ന് തട്ടിക്കളയുക. ഇനി ഇത് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഓരോന്ന് എടുത്ത് റെഡിയാക്കുന്ന അപ്പം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഡിപ്പ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്, എന്നാലും നമുക്ക് ഇടയ്ക്കൊന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കാം.
ഇതുണ്ടോ ഫ്രൈ ആയി വരുന്നുണ്ടോ. മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കണം, എങ്കിലിത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ. മീഡിയം ഫ്ലെയിമിൽ ഇടുമ്പോൾ ഇത് കരിഞ്ഞു പോകാതെ നമുക്ക് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. നല്ലൊരു കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. രണ്ടാമത്തെ ട്രിപ്പ് ഇടുന്നതിന് മുമ്പ് ഇതിലിങ്ങനെ ചെറിയ പൊടികളൊക്കെ കാണും. അത് നമ്മളിങ്ങനെ ഒരു അരിപ്പ് വെച്ച് കോരിയെടുക്കുക. രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ ഫ്രൈ ആയി വരുന്നതിന് മുമ്പ് ഈ പൊടികളങ്ങ് കരിയും. പൊടികൾ കിടന്ന് കരിഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. നല്ല ഒറിജിനൽ ടേസ്റ്റോടുകൂടിയ KFC ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. സൂപ്പർ ടേസ്റ്റാണ്. ഒരിക്കലും ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും എല്ലാ ആഴ്ചയിലും നിങ്ങൾ KFC വീട്ടിലുണ്ടാക്കും. എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്